സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. പ്രചണ്ഡമായ വാർത്താ നിർമ്മിതിയുടെയും പ്രസരണത്തിന്റെയും തീവ്രവേഗത്തിൽ ഒരു ആധുനിക ജേർണലിസ്റ്റിന് വാർത്തയുടെ വിഷയത്തോടോ ഉറവിടത്തോടോ സ്ഥായി ബന്ധം പുലർത്തുക എന്നത് ഒരാഗ്രഹ ചിന്ത മാത്രമാണ്. ഏറ്റവും പുതിയതായിരിക്കുക എന്ന ദുസാധ്യമായ വെല്ലുവിളി പത്രപ്രവർത്തന രംഗത്തെ മനുഷ്യബന്ധങ്ങളെപ്പോലും സ്വാഭാവികമായി അല്പായുസ്സുകളായി ചുരുക്കുന്നു. എന്നും ചീഞ്ഞു പോകുന്ന വാർത്താ വിപണിയുടെ ഭഗമോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ നെട്ടോട്ടമോടുന്ന പത്രപ്രവർത്തകന്റെ പ്രൊഫഷണൽ മുറയാകട്ടെ നുണകളെ സത്യപ്രതീതിയിലേക്ക് ഊതി വീർപ്പിക്കുന്ന സാഹസത്തിൽ ഒടുങ്ങുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തനത്തിന്റെ പ്രകാശവലയത്തിന് പുറത്ത് താൻ അപ്പം തേടുന്ന ലോകത്തിനെ ചോരയിലും മാംസത്തിലും അറിയാനുള്ള ധാർമ്മിക ധീരതയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വയ്യ. എങ്കിലും തങ്ങൾ റിപ്പോർട്ടുകൾക്ക് വിധേയമാക്കുന്ന ജീവിതങ്ങളെ അച്ചടിച്ച കടലാസു പുറങ്ങളിലോ TV ചതുരങ്ങളിലോ ജഡീകരിക്കാൻ അനുവദിക്കാതെ സ്വന്തം അനുഭവങ്ങൾ കൊണ്ട് പൂരിപ്പിക്കുന്ന ചിലരെങ്കിലുമുണ്ട് പത്രപ്രവർത്തകർക്ക് ഇടയിൽ. വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ പുരസ്കൃതമാകുന്ന മാതൃഭൂമിയുടെ പാലക്കാട് ജില്ലാ ബ്യൂറോ സ്റ്റാഫ് റിപ്പോർട്ടറായ ബീന ഗോവിന്ദ് പ്രൊഫഷണലിസത്തിന്റെ നിസ്സംഗതയിൽ നിന്ന് കുതറിച്ചാടുകയും സഹജീവികളുടെ ദുരിതങ്ങളിലേക്ക് സ്വയം ഒരു അനുതാപ പ്രവാഹമാവുകയും ചെയ്യുന്നു. നിസ്സഹായവും ദീനവും പരിത്യക്തവുമായ മനുഷ്യജീവിതം ബീനയ്ക്ക് റിപ്പോർട്ടിംഗിന്റെ അസംസ്കൃത വസ്തു മാത്രമല്ല, സ്വന്തം കർമ്മം കൊണ്ട് കൂടി തിരുത്തപ്പെടേണ്ട സാമൂഹിക തിക്തതയെക്കുറിച്ചുള്ള അനുഭവ പാഠമാകുന്നു. എഴുത്തുകാരി, ഗായിക, നാടകകൃത്ത്, തിരക്കഥാ രചയിതാവ്, കുടുംബിനി എന്നിങ്ങനെ അനേകം നിറവുകൾക്കിടയിലും പാലക്കാട് തെക്കേത്തറയിലെ ദേവാശ്രയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുഖ്യപ്രവർത്തക എന്ന നിലയിൽ മനുഷ്യബന്ധങ്ങളുടെ സാമൂഹിക അർത്ഥത്തെ ഈ പത്രപ്രവർത്തക ദീപ്തമായി സാക്ഷാത്കരിക്കുന്നു. 15 വർഷം മുമ്പാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഈ പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് 1-2 ലേഖനങ്ങൾ എഴുതാൻ വേണ്ടി പോയത്. അപ്പം ട്രിവാൻഡ്രത്തുള്ള ചെഷയർ ഹോമിലായിരുന്നു ആദ്യത്തെ അസൈൻമെന്റ്. ഇത് മനോരാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യാൻ പോയിരുന്നത്. അവിടെ ചെഷയർ ഹോമിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ സെന്റർ ആയിരുന്നു. അതിനെക്കുറിച്ചാണ് റിപ്പോർട്ട് എഴുതാൻ പോയതെങ്കിലും അവിടെ ചെന്നപ്പം ഞാൻ കാണുന്നത് അവിടുത്തെ മെഡിക്കൽ കോളേജിലേക്കുള്ള പാവപ്പെട്ട പേഷ്യൻസിനുള്ള ഭക്ഷണം ടിഫിൻ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തയക്കുന്നതാണ്. അപ്പം 500ഓളം ഭക്ഷണം ഉച്ചയ്ക്ക് അവിടുന്ന് കൊടുത്തേക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിനെ വളരെയധികം സ്പർശിച്ച ഒരു കാഴ്ചയാണ്. ഒരു ദിവസത്തെ ഒരു മനുഷ്യന്റെ പട്ടിണി മാറ്റുക എന്നുള്ള ആശയം കേൾക്കുമ്പോൾ നമുക്ക് വളരെ ചെറിയ കാര്യമാണെന്ന് തോന്നുകയാണെങ്കിലും വലിയൊരു ഉദ്ദേശമാണ് അതിന്റെ പുറകിലുള്ളത്. അപ്പം അതിന്നൊരു പ്രചോദനം കിട്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചത് എന്റെ സ്ഥലത്തും ഇതുമാതിരി എന്തെങ്കിലും എന്റേതായ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായി. ഇത് മെന്റാലിറ്റിയും ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വളരെ സാധാരണ ജീവിതം നയിച്ച ആളുകളാണെങ്കിൽ കൂടി പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു സ്നേഹവും അനുകമ്പയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവർ കാണിച്ചിട്ടാണ് ഞാൻ കണ്ടു വളർന്നിരിക്കുന്നത്. അത് നല്ല കാര്യം ചെയ്യണമെന്ന് അച്ഛനും അമ്മയെ പറഞ്ഞ് ചെയ്യിച്ചിട്ടില്ല ഇതുവരെ, അല്ലെങ്കിൽ ഏത് വഴിയിൽ പോകണമെന്നും അവർ ഡയറക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവരിപ്പം സ്വന്തം കുടുംബത്തിലായാലും സമൂഹത്തോടും കാണുന്ന ഒരു അവരുടെ സമീപനം ഉണ്ടല്ലോ, അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛൻ വളരെ കരുണയുള്ള ഒരു ആളായിരുന്നു, വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. അമ്മയാണെങ്കിലും നമ്മുടെ ജോലിയുടെ കാര്യത്തിലും നമ്മുടെ പേഷ്യൻസിനോടുള്ള നമ്മുടെ മനസ്സിന്റെ ഒരു സ്നേഹത്തിനും കാണിച്ച കമ്മിറ്റ്മെന്റും ഒക്കെ ചെറുപ്പം തൊട്ടേ ഇത് കണ്ടു വളരുമ്പം സ്വാഭാവികമായിട്ട് ഏതൊരു കുട്ടിക്കും ഉണ്ടാവുന്ന ഒരു അതിന്റെ അനുകൂലമായിട്ടുള്ള സ്വാധീനമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്.
പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന രംഗം എന്ന് പറയുന്നത് അത് ഇതുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. പത്രപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകളിലാണ് പലപ്പോഴും ഒരുപാട് ജീവിതത്തിന്റെ വളരെ മോശമായിട്ടുള്ള വശങ്ങൾ അല്ലെങ്കിൽ വളരെ കയ്പ് നിറഞ്ഞ ജീവിതത്തിന്റെ ഭാഗങ്ങളെക്കുറിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം അതൊക്കെ കാണുമ്പം വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജീവിതം ഒരു സ്ഥലത്തുണ്ട്, മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ അത്ര തന്നെ അധമമായിട്ട് അല്ലെങ്കിൽ അധകൃതമായിട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എന്തെങ്കിലും നമ്മൾ ജീവിക്കും, നമ്മൾ വളരെ ചെറിയൊരു കാലയളവിൽ, ജീവിതത്തിന്റെ കാലയളവിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായത് ഈ കാഴ്ചകളാണ് ആ ചിന്ത ഉണ്ടാക്കിയത്. ചെറുപ്പത്തിൽ തന്നെ ഇവൾക്ക് ഈ പാവങ്ങളോട്, പക്ഷിമൃഗാതിരോട് അങ്ങനത്തെ ആ ഒരു ഇതിനോടൊക്കെ ഒരു ഭയങ്കര സോഫ്റ്റ് കോർണറാണ്. ഒരു പക്ഷിയെ അവിടെ വീണ് കിടക്കണ്ട അതിനെടുത്തുകൊണ്ട് വരും, പട്ടിയെ കണ്ട അതിനിത്, അങ്ങനത്തെ ഒരു സോഫ്റ്റ് കോർണർ എപ്പോഴും ഉണ്ടായിരുന്നു. അത് ചെറുതിലേ മുതലുണ്ട്. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞ് പഠിക്കുന്ന സമയത്ത് അത്ര ബുദ്ധിമുട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഈ മാതൃഭൂമിയിൽ ഓരോന്ന് എഴുതിയിട്ടും ഓരോടത്ത് പോയി കണ്ടിട്ടും ഒക്കെ അങ്ങനെ ആ ഒരു സർവീസ് മെന്റാലിറ്റി നേരത്തെ ഉണ്ട്. അപ്പം അങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ കൂടി വന്നു. പിന്നെ ഞങ്ങൾ അച്ഛനും അമ്മയും ഞങ്ങളുടെ മാക്സിമം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1996 ബീന ഗോവിന്ദ് സ്ഥാപകാധ്യക്ഷയായി തുടങ്ങിയ ദേവാശ്രയം സമസൃഷ്ടി സ്നേഹത്തിന്റെ ഇനിയും വറ്റാത്ത ഉറവകളിൽ നിന്നുള്ള പ്രവാഹ സംഗമമാണ്. വിശക്കുന്ന രോഗികൾക്ക് ആഹാരം എത്തിക്കുന്ന അന്നദാനം, മനോദൌർബല്യമുള്ളവർക്കായുള്ള പുനരധിവാസ പദ്ധതിയായ ആശ്രയം, വൃക്കരോഗികൾക്ക് സൌജന്യ ഡയാലിസിസ് നൽകുന്ന ആയുർബന്ധു, ദരിദ്ര രോഗികളെ ഉദ്ദേശിച്ചുള്ള ഔഷധ ബാങ്ക് എന്നിങ്ങനെ വിവിധ സേവന വിഭാഗങ്ങളുണ്ട് ദേവാശ്രയയ്ക്ക്. 2007 ട്രസ്റ്റിന്റെ സ്വന്തമായ ആസ്ഥാന മന്ദിരം മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചിത്തരോഗവും ബുദ്ധിമാന്ദ്യവും ഉള്ളവർക്ക് സ്ഥിരമായൊരു സംരക്ഷണ കേന്ദ്രം, തെരുവു കുട്ടികൾക്കായുള്ള പുനരധിവാസ കേന്ദ്രം, നിരാശ്രിതരായ വനിതകൾക്കായി തൊഴിൽ സംരംഭങ്ങൾ, ദരിദ്ര വിദ്യാർത്ഥികൾക്കായുള്ള വിദ്യാഭ്യാസ സഹായം തുടങ്ങിയവയൊക്കെ ദേവാശ്രയ വിഭാവനം ചെയ്യുന്ന സ്വപ്ന പദ്ധതികളാണ്. മറ്റെന്തിലുമേറെ സ്വയം സമർപ്പണത്തിനുള്ള സന്നദ്ധതയാണ് ട്രസ്റ്റ് അംഗങ്ങൾക്കുള്ള അടിസ്ഥാന യോഗ്യത. 96 ദേവാശ്രയം തുടങ്ങിയത്. ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങിയത് 96 ജൂലൈ 7 അപ്പം നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്ന പ്രോജക്റ്റാണ്. അപ്പം അതിൽ ആഴ്ചയിൽ ഒരു ദിവസം 100 പേഷ്യൻസിന് ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പം ആദ്യത്തെ ഒരു വർഷം എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഭക്ഷണം പാകം ചെയ്തിരുന്നതും. ഞങ്ങൾ കുറച്ച് അടുത്ത വീട്ടുകാരും എല്ലാം വന്ന്, ഫ്രണ്ട്സൊക്കെ വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പാക്കറ്റിലാക്കി ഹോസ്പിറ്റലിൽ കൊണ്ട് നേരിട്ട് വാർഡിൽ കൊടുക്കുന്ന രീതിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ളത് മാറിയിട്ട് വർഷത്തിൽ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനമായി. അപ്പം വേറൊരു വാടകയ്ക്കൊരു കെട്ടിടത്ത് അങ്ങോട്ട് മാറുകയായിരുന്നു. ഇന്നിപ്പം ദിവസം 200-ലധികം പേഷ്യൻസിന് ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതിയായിട്ട് ഞങ്ങളുടെ ആ പൈലറ്റ് പ്രോജക്റ്റ് വളർന്നു. ആദ്യം എന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഹോസ്പിറ്റലിലേക്ക് ചോറൊക്കെ പൊയിഞ്ഞു കൊടുക്കണ്ടായിരുന്നത്. അപ്പൊ വീട്ടിലാണ് രാവിലെ എല്ലാവരും മെമ്പേഴ്സൊക്കെ കുറെ പേര് വരും. അപ്പൊ അച്ഛനും സഹകരിക്കരുത്. പിന്നെ അച്ഛനും ഞാനും, അമ്മയില്ല, അച്ഛനും ഞാനേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിലാണ് സഹകരിക്കായിരുന്നു. കുടുംബകാര്യമൊക്കെ നോക്കല്ലേ. പിന്നെ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആവുമ്പോഴേ ഒരു പൂർണ്ണമാവുള്ളൂ. ഐഡിയ തോന്നിയപ്പോൾ എനിക്കും തോന്നിയത് നല്ല കാര്യമാണ്, ചെയ്യട്ടെ എന്ന്. ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും, എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കും. ആവശ്യപ്പെട്ടവർക്ക് വേണ്ട ആൾക്കാർക്കൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എന്റെ. എന്ത് ചെയ്യുമ്പോൾ ഒരു വിമർശനം ഏത് ഭാഗത്തുണ്ടാവില്ല. ഇത് നല്ല എന്ത് ചെയ്യുകയാണെങ്കിലും ചെയ്യാത്തവരെ കുറിച്ച് വിമർശിക്കാൻ പറ്റില്ലല്ലോ. അതിനുശേഷമുള്ള രണ്ടാമത്തെ പ്രോജക്റ്റ് 98 തുടങ്ങിയത്. അതാണ് ഈ റീഹാബിലിറ്റേഷൻ സെന്റർ. അത് വന്നത് ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഏഷ്യയിലെ തന്നെ നമ്പർ 2 ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും നല്ല, രാജ്യത്ത് തന്നെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റാണ് നിമാൻസിലേത്. അപ്പം അതിന്റെ മേധാവിയായിട്ടുള്ള ഡോക്ടർ മുരളിയെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ പോയിരുന്നു. ബാംഗ്ലൂരിൽ മാതൃഭൂമിക്ക് വേണ്ടിയിട്ടാണ് പോയിരുന്നത്. അപ്പം ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഇന്റർവ്യൂ തരാം, പക്ഷേ വെറുതെ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് തന്നുകൊണ്ട് ആർക്കാ ഒരു ഗുണമുള്ളത്, തിരിച്ച് നിങ്ങൾ എന്താ എനിക്ക് വേണ്ടി ചെയ്യാന്ന് ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായില്ല ഡോക്ടർ എന്തിലേക്കാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂ തരാം. അപ്പൊ അങ്ങനെ ഡോക്ടറോട് ഞാൻ പറഞ്ഞു,
ഞാൻ ചെയ്യാം. കാരണം ദേവാശ്രയം തുടങ്ങി 2 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ട ആളുകളുടെ സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സമയമാണ്. അപ്പം അതിനെക്കുറിച്ച് എനിക്കൊരു സന്ദേഹം തോന്നിയില്ല, ചെയ്യാന്നൊരു ധൈര്യം മനസ്സിൽ തോന്നിയിരുന്നു. ഡോക്ടർ ഇന്റർവ്യൂ തന്നു. ഡോക്ടറുടെ ഇന്റർവ്യൂ വന്നതിന് ശേഷം ഡോക്ടർ എന്നെ വിളിച്ച് ചോദിച്ചു എനിക്ക് തന്ന വാക്ക് എന്തായി, ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തു വന്നപ്പോൾ. അപ്പം ഉടനെ തന്നെ റീഹാബിലിറ്റേഷൻ സെന്റർ നമ്മൾ തുടങ്ങി. 98 ഒക്ടോബർ 2 ഈ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങിയത്. ദേവാശ്രയത്തിൽ ജോയിൻ ചെയ്ത് മീന ഇത് തുടങ്ങി. അപ്പം ഞാൻ റിട്ടയർ ആയ സമയം അപ്പം എന്നോട് വന്ന് പറഞ്ഞു, അമ്മായിക്ക് ഇങ്ങനെ ഞങ്ങൾ തുടങ്ങുന്നുണ്ട്, താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു. പുള്ളിയും പറഞ്ഞു ഞങ്ങൾ ജോയിൻ ചെയ്തോളാം, ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് സാധുക്കളെ സഹായിക്കുക. എത്രയും നമുക്ക് സഹായിക്കാൻ പറ്റുമോ അത്രയും സഹായിക്കുക. അത് തുടങ്ങിയത് 3 കുട്ടികളെ വെച്ചുകൊണ്ടാണ്. നമ്മൾ നിമാൻസിന്റെ അതേ മാതൃകയിൽ 12 വയസ്സിനും 60 വയസ്സിനിടയിലുള്ള ആളുകളെ എടുത്തുകൊണ്ട് മനോരോഗമുള്ളവരും ബുദ്ധിമാന്ദ്യമുള്ളവരും രണ്ടുപേരെയും ഒരു കൂരയ്ക്ക് താഴെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിമാൻസിന്റെ ഒരു മാതൃക. അപ്പം അതേ മാതൃകയിലാണ് നമ്മൾ ദേവാശ്രയം തുടങ്ങിയത്. ഡോക്ടറുടെ ഗൈഡൻസ്, ഡോക്ടർ മുരളിയുടെ ഗൈഡൻസോട് കൂടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇത് റീഹാബ് സെന്റർ തുടങ്ങിയത്. ഇപ്പം ആ 3 കുട്ടികളെ വെച്ച് തുടങ്ങിയ റീഹാബ് സെന്ററിൽ ഇപ്പം 50 കുട്ടികൾ വരുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ കൊടുക്കുന്ന ആ കുട്ടികൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, അവർക്ക് സാധാരണ ഒരു ജീവിതം നയിക്കാൻ വേണ്ട വ്യക്തിപരമായിട്ടുള്ള അവർക്ക് പല സ്കിൽസും വേണമല്ലോ നമുക്കൊരു സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. അത് പഠിപ്പിക്കുന്നുണ്ട്. അതിനു പുറമെ നമുക്ക് പല ട്രേഡുകളുണ്ട് ഇവിടെ. ആ ട്രേഡ് കുട്ടികളെ സ്വയം പര്യാപ്തരാക്കാനുള്ള ട്രേഡുകളാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഖാദിയുടെ ഒരു നൂൽനൂൽപ്പ് കേന്ദ്രമുണ്ട് ഇവിടെ. അതിൽ കുട്ടികൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതിൽ ഓക്യുപ്പൈഡ് ആയിരിക്കും. അവർക്ക് ഈ നൂൽനൂറ്റ് കിട്ടുന്ന ആ വരുമാനം അവർക്കാണ് ഖാദി ബോർഡിൽ നിന്ന് കൊടുക്കുന്നത്. അത് 2001 നമ്മളിവിടെ തുടങ്ങിയത്. പിന്നെ അതിന് പുറമെ ഫിനോയിൽ ഉണ്ടാക്കുന്ന യൂണിറ്റ്, ലിക്വിഡ് സോപ്പ്, ചന്ദനത്തിരി, പേപ്പർ ബാഗ്, ഇങ്ങനത്തെ യൂണിറ്റ്സ് എല്ലാം ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പേപ്പർ ബാഗ് യൂണിറ്റ് കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, കുട്ടികളുടെ അമ്മമാർക്കും കൂടെ ജോലി കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതിന് പുറമെ ഏറ്റവും അടുത്ത കാലത്ത് തുടങ്ങിയതാണ് ഇവിടുത്തെ മഷ്റൂം യൂണിറ്റ്. അതും കുട്ടികളുടെ അവരെ സെൽഫ് സഫീഷ്യന്റ് ആക്കുക, സാമ്പത്തികമായി കുറച്ചും കൂടെ അവരിൽ നിന്ന് വരുമാനം എന്തെങ്കിലും കുടുംബത്തിന് കിട്ടുക എന്നൊരു അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ടാണ് മഷ്റൂം യൂണിറ്റും തുടങ്ങിയത്. എല്ലാത്തിലും കുട്ടികൾ ഇൻവോൾവ് ആണ്. ഓരോ ട്രേഡിലും കുട്ടികൾ നിൽക്കുന്നുണ്ട്. അവരെ സഹായിക്കാൻ ഇവിടുത്തെ സ്റ്റാഫ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, വൊക്കേഷണൽ അസിസ്റ്റൻസ് ഉണ്ട്. അവരെല്ലാവരും സഹായിക്കും. പക്ഷെ പ്രധാനമായിട്ടും കുട്ടികൾ തന്നെയാണ് എല്ലാ ട്രേഡും ചെയ്യുന്നത്. ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റും പ്രധാനമായിട്ടും പോകുന്നത് കുട്ടികൾക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ക്ലാസ് കൊടുക്കുന്നുണ്ട്, ക്രാഫ്റ്റ് പഠിപ്പിക്കുന്നുണ്ട്, ഡ്രോയിങ് പഠിപ്പിക്കുന്നുണ്ട്.